അത് ശരിയായിരിക്കാം. അത് അന്ന് ജവഹർലാൽ നെഹ്റു, ബി.ആർ. അംബേദ്കർ പോലെയുള്ള ആളുകൾ അങ്ങനെ തീരുമാനമെടുത്താൽ ഇപ്പൊ അത് മാറ്റേണ്ട സാഹചര്യം എന്താണ്? ഏതടാ ഈ കഴുത മോനൻ? ഒന്നും വിചാരിക്കരുത്, ചിറ്റയുടെ മോന. ചിറ്റയുടെ മോൻ. മഞ്ജുഷേ, ഈ ഷാക്കിറോ അല്ലെങ്കിൽ ഈ ഇതിന്റെ പേരും പറഞ്ഞ് ഈ കോലെ കുത്തിച്ചാടുന്ന ഒരൊറ്റ ഒരുത്തനും ഈ സാധനം എന്താണെന്ന് അറിയില്ല. ചക്കനാണോ കുക്കാണോ എന്ന് ഇവന്മാർക്ക് അറിയില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമുക്ക് അറിയാത്ത പ്രശ്നമല്ല, അതിവിടെ ചർച്ച ചെയ്യുന്നത് ഗുണകരമല്ല എന്നുള്ളത് കൊണ്ടാണ്. അത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കും, അതുകൊണ്ടാണ് ഞാനത് വിശദീകരിക്കാത്തത്. എനിക്ക് ആദ്യം അല്ല മഞ്ജുഷേ, ഒരു മിനിറ്റ് അദ്ദേഹത്തോട് പറയട്ടെ. ആദ്യത്തെ 2 വരിയും 4 വരിയും എന്താണ് പറയുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാം. ശ്രീ സാബുപ്രസാദേ, അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് വിവരമുണ്ടോ ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റില്ല. എന്റെ വിവരം അദ്ദേഹം അളക്കാൻ വരണ്ട. മറ്റൊരു കാര്യം, അദ്ദേഹം പറയുമ്പോ എന്നെ പരാമർശിക്കണ്ട. ആദ്യത്തെ 2 വരിയിൽ എന്താണെന്നും പിന്നീട് 4 വരി എന്താണ് പറയുന്നത് കൃത്യമായി ബോധ്യമുണ്ട്. പശുവിനെ പോലെ ജനഗണങ്ങളുടെ അധിനായകനായ ദൈവത്തിനെയാണ് അതിൻ്റെ അകത്ത് സ്മരിക്കുന്നത്. ദൈവത്തിന് അതിനെക്കാട്ടിൽ വലിയ, ഇവരുടെ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വന്ദേമാതരത്തിനെക്കാട്ടിൽ വലിയ മതേതര വിരുദ്ധ ആണ് ജനഗണമന. ഇവർക്ക് അറിയില്ല ഒരു സാധനം. പിന്നെ ഇവിടെ ഇരുന്ന് രാജ്യദ്രോഹികളായ BJP-ക്കാരെന്ന് പറഞ്ഞു. കഴിഞ്ഞ 12 കൊല്ലമായി തുടർച്ചയായി രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയെ രാജ്യദ്രോഹികളെന്ന് ഇവർ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഈ രാജ്യത്തിനെ വെട്ടിപ്പിളർന്ന ഇവരെ എന്താണ് വിളിക്കേണ്ടത്? 10 കത്തി വാങ്ങി കുത്തി നേടും പാകിസ്ഥാൻ ഈ മലപ്പുറത്ത് മുദ്രാവാക്യം വിളിച്ച ഇവറ്റകളെ എന്ത് പറയണം? എന്താണ് വിളിക്കേണ്ടത്? സന്തോഷായോ? തനിക്ക് ഈ ജീപ്പന്റെ നെഞ്ച് തുടക്കായിട്ടായിരുന്നില്ലേ? ഇവരെ രാജ്യദ്രോഹികളെന്നുള്ള വാക്കുകളൊന്നും പോരാ. ഇവരെ തനി തീവ്രവാദികളാണ്. മതവെറി തലയ്ക്ക് പിടിച്ച പേപ്പട്ടിക്കൂട്ടമാണ് ഇവന്മാര്. അതാണ് സത്യം. അതായത് ഇവിടെ അങ്ങോട്ട് കൊടുക്കി തിരിച്ചും കിട്ടും. ഷാക്കിറെ, എനിക്കറിയാം മുസ്ലിം ലീഗിലെ നല്ല മാന്യന്മാരായിട്ടുള്ള ആൾക്കാരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. പക്ഷെ ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരെ അല്ല മഞ്ജുഷ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തേണ്ടത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.